Hello students, this is our new numbers in the last class. Now, class addition, subtraction, root 2, root 3, the numbers addition, subtraction, that's this class multiplication, our division, that's we discuss. Okay, first we start 4 into root 2. Okay, this 4 into root 2 we multiply 4 into root 2 value 1.41. I have two decimal point 4 into 1.41, that is equal to 5.65. Okay, simple multiplication. Root 2 multiply root 2 value substitute in 4 root 2 that's this multiplication is simple 4 root 2 okay. Now 4 plus root 2. This is 4 root 2. 4 plus root 2 just 4 plus the value substitute okay. This 4 multiplication meaning into sign just 4 root 2 5 into root 3 just 5 root 3 okay. Next root 2 into root 3. Okay, root 2 into root 3 2 into 3 6. Then root 2 root 6. Next one. Sorry, the value root 2 value 3. Root 2 value 1.41 into root 3 value 1.73. That's 1.41 into 1.73 2.44. Okay, root 6 value is root 6 value 2.44 root 2 root 3 root 6 root 6 value root 2 value substitute root 3 value substitute root 6 2.44 okay. Root 18 root 18 this is short root 18 root 18 9 into 2 in the multiples 9 into 2 18 root 9 into 2 split root 2 root 9 into root 2 okay, that is equal to root 9 3 into root 2. 3 into root 2 3 root 2 3 into the value 1.41, that is equal to 1.41 and value 3 into 1.41 okay, so the numbers root 24 root 2 in the formula okay. The next one find half of root 2. Root 2 in the half half of root 2 1 by 2 into root 2. Okay, here I into 1 by 2 root 2 into 1 by 2 root 2. 1 by 2 into value substitute 1.41, that is equal to 0.70. Half of root 2 is 0.70. Here problem an equilateral triangle is cut into halves and the pieces rearranged to make a rectangle. What is the perimeter of the rectangle? Okay, so equilateral triangle two halves ആക്കി മാറ്റി എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ rectangle form ചെയ്തു. ഈ rectangle എങ്ങനെ form ചെയ്തത്? ഈ സൈഡിനെ അതുപോലെ ഇവിടെ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ rectangle എന്ത് ചെയ്തു? ജസ്റ്റ് ഇതൊന്ന് ഇൻവേർട്ട് ചെയ്തു. ഇത്
വെച്ചു കണ്ടോ. ഇത് ഇപ്പം ഇവിടെ പോയി, ഈ മേളിലോട്ട് പോയി. ഈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് ഉള്ളിലോട്ട് പോയി, ഇവിടേക്ക് പോയി. ഇത് ഔട്ടർ പോർഷനായി മാറി. അതായത് തിരിച്ച് നമ്മൾ റെക്ടാംഗിൾ മേക്ക് ചെയ്തു. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ? ഈ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എന്താണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പെരിമീറ്റർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ട് സൈഡ് കിട്ടണം അല്ലെ. അപ്പൊ ഈ ഡയഗണൽ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ 2 meters എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു റെക്ടാംഗിളിന്റെ എല്ലാ സൈഡ്സും എത്ര ഇതായിരിക്കും? ഇവിടെയൊക്കെ എന്തായിരിക്കും? 90 degree എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ നമ്മൾ ഡയഗണൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് എന്തായി മാറും? ഈ ഒരു സൈഡ് എന്തായിട്ട് മാറി? 60 degree. ഇവിടെ എന്തായി മാറി? 30 degree. ഇതെങ്ങനെ ഇവിടെ 60 degree ഇവിടെ 30 degree ആയിട്ട് കിട്ടിയത്? ബിക്കോസ് ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നു. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാ സൈഡ്സും എന്തായിരിക്കും? 60 degree 60 degree 60 degree എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇവിടെ നമ്മൾ ഇവിടെ ഹാഫായി കട്ട് ചെയ്തു. കട്ട് ചെയ്തപ്പോ ഇവിടെ മാത്രം എന്തായി മാറി? ഈ പോർഷൻ 30 degree ആയി മാറി, ഈ പോർഷൻ 30 degree ആയി മാറി. ഈ 30 degree ഈ പീസിനെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവച്ചത്. അപ്പൊ ഇവിടെ 30 degree ആയി, ഇവിടെ 90 degree, ഇവിടെ 60 degree. അപ്പൊ ഇവിടെ 30 degree ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടെ 30 degree. റെക്ടാംഗിളിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 90 degree ആയിരിക്കും. അപ്പൊ ഇവിടെ 30 degree ആയി കഴിഞ്ഞാൽ ബാക്കി 90 - 30 ഇവിടെ 60 degree ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 90 degree തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഈ പോർഷനിൽ ഇവിടെ 60 degree ആണ്. അപ്പൊ ഈ റെക്ടാംഗിളെ മൊത്തം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 degree ആയിരിക്കും. അപ്പൊ ഇവിടെ കിട്ടണമെങ്കിൽ 90 - 60 ഇവിടെ എന്തായിരിക്കും? 30 degree. ഓക്കെ. ഇനി ഈ ഒരു ട്രയാങ്കിളിനെ മാത്രം നമുക്ക് ഈ സൈഡാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. അപ്പൊ ഞാൻ ഈ ഒരു ട്രയാങ്കിൾ പോർഷനെ മാത്രം ഒന്ന് എടുക്കുകയാണ്. ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. ഏതാണ്? ട്രയാങ്കിൾ ABD മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തു. ഇതിന്റെ ആംഗിൾസ് 30 degree 60 degree. ഈ സൈഡ് ഏതാണ്? 2 meters. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ആംഗിൾസ് വന്നാൽ 30:60:90 എന്ന് പറഞ്ഞ റേഷ്യോയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡ്സ് എന്ത് റേഷ്യോയിലായിരിക്കും? 1:√3:2 എന്ന് പറഞ്ഞ റേഷ്യോയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 90 ഇവിടെ നമുക്ക് 2 എന്ന് ഓൾറെഡി കിട്ടി. അങ്ങനെയാണെങ്കിൽ 60 ഓപ്പോസിറ്റ് എന്തായിരിക്കും? 60 ഓപ്പോസിറ്റ് √3 ആയിരിക്കും. 30 ഓപ്പോസിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ സൈഡ്സ് എല്ലാം കിട്ടിയില്ലേ? √3 1. നമുക്ക് ഈ സൈഡ്സ് ആയിരുന്നില്ല കിട്ടണ്ടേ? √3 1 ആയിരുന്നു കിട്ടേണ്ടത്. ഇനി പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ എന്ന് പറയുന്നത് 2 × L+B എന്നാണ്. 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പൊ എന്തായിരിക്കും? L+B എന്ന് പറയുമ്പോൾ 2 × 1 + √3. ഓക്കെ. 2 × 1 + √3. ഇനി എന്ത് ചെയ്യണം? 2 × 1 + √3 ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 × 1 2 × 1 പ്ലസ് എന്ത് ചെയ്യണം? 2 × √3 2 × √3. അതായത് 2 പ്ലസ് 2 √3 എന്താ? 2 × വാല്യൂ കൊടുക്കുക. √3 വാല്യൂ എത്രയാണ്? 1.73. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2 × 1.73 ചെയ്യുമ്പോൾ നമുക്ക് 3.46 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5.46. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഫസ്റ്റ് രണ്ട് ട്രയാങ്കിളിനെ ഹാഫ് ആക്കി ഒരു റെക്ടാംഗിൾ ആക്കി, എന്നിട്ട് നമ്മൾ അതിന്റെ സൈഡ്സ് കണ്ടുപിടിച്ചു. എങ്ങനെ? ഇതിന്റെ 30 degree 60 degree 90 degree. ഈ 30 degree മനസ്സിലായില്ലേ? ഇതിനെ ഹാഫ് ആക്കിയപ്പോ 60 degree എന്നുള്ളത് ഇവിടെ 30 മാറി. ആ 30 എന്നോട് എഴുതിയേ. ഇവിടെ 30 ആവുമ്പോൾ ഇവിടെ 60 degree ആവും. കാരണം ഇവിടെ മൊത്തം റെക്ടാംഗിളിന്റെ മൊത്തം എന്താണ്? 90 degree അല്ലേ. അപ്പൊ ഇവിടെ 30 ഇവിടെ 60. അങ്ങനെ നമ്മള് ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചു. എത്രയാണ്? 5.46. 2 × 1 + √3 എന്നുള്ളത് നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? 2 × 1 + 2 × √3 എന്നാണ് ചെയ്തത് അല്ലെ. 2 × 1 + √3 എന്നുള്ളതിനെ എന്ത് ചെയ്തു? ആദ്യം ഓപ്പൺ ചെയ്തു അല്ലെ. 2 × 1 + 2 × √3 ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. എങ്ങനെ? 2 × ഇത് വേറെ എന്തിന് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് 2 × 1 + √3 വാല്യൂ കൊടുക്കുക. എത്രയാ? 1.73. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 1 + 1.73 2.73. That is equal to
2 into 2.73. അതെന്ത് കിട്ടും? 2.73 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5.46 കിട്ടും. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ ഫസ്റ്റ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ √3ന്റെ വാല്യൂ കൊടുത്തിട്ട് പിന്നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 2 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. രണ്ടും എന്താണ്? സെയിം ആണ്. അപ്പൊ 2 into 1 plus √3 എന്ന് പറയുന്നതും അതുപോലെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെയിം ആൻസേഴ്സ് ആണ് കിട്ടുക. 57ലെ ആ ഫിഗർ ഒന്ന് എടുത്തിരിക്കുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. അതിലെന്തുണ്ട്? 4 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, അത് 2 എണ്ണത്തെ നമ്മൾ ഈക്വൽ ഹാഫ്സ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. 2 എണ്ണത്തിനെ അതുപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു റെക്ടാംഗിൾ വരച്ചു. ഓക്കെ, ഒരു റെക്ടാംഗിൾ മേക്ക് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? 2 ഡാർക്ക് ഗ്രീനിൽ കിടക്കുന്ന റെക്ടാംഗിൾസ് ഉണ്ടല്ലോ, അതിനെ തിരിച്ചു വെച്ചിട്ടാണ് ഇത് രണ്ടും ഫിറ്റ് ചെയ്തത്, ഈ 2 ട്രയാംഗിള്. പിന്നെ ഹാഫ് ആക്കി കട്ട് ചെയ്തല്ലോ. നമ്മൾ ഇങ്ങനെ ഒരു ട്രയാംഗിളിനെ ഇവിടെ ഹാഫ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്ത് ചെയ്തു? ഈ ട്രയാംഗിളിനെ ഇതിന്റെ ഈ ബേസ് പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് ഇവിടെ കിടക്കുന്നത്. കണ്ടോ? ഇത് എത്ര മീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനില്? 1 മീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് മൊത്തത്തില് ഈ ഈക്വലാറ്റർ ട്രയാംഗിൾ മൊത്തത്തില് 1 മീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തു. ഈ 2 പോർഷനെ നമ്മൾ ഈക്വൽ ആയി കട്ട് ചെയ്തപ്പോ ഇവിടെ എത്രയും മാറും? 1ന്റെ ഹാഫ് എത്രയാ? ഹാഫ് മീറ്റർ. ഇതെന്ത് ചെയ്തു? ഈ ബേസ് പോർഷൻ ഉണ്ടല്ലോ, ഇതിന്റെ ഈ അടിയത്തെ പോർഷനാണ് ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഇവിടെ കണ്ടോ? ഇവിടെ. അപ്പൊ ഇവിടെ എത്രയും മാറും? ഹാഫ് മീറ്ററായി മാറും. ഇതും എത്രയും മാറും? ഇതും അങ്ങനെ തന്നെ ഫിറ്റ് ചെയ്തതാണ്. 2 ട്രയാങ്കിൾ ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ അതിന്റെ ഈ ബേസ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ഇവിടെ വെച്ചു. അപ്പൊ ഇവിടെ ഹാഫ് മീറ്റർ കിട്ടി. അതുപോലെ ഇതിന്റെ ഇവിടെ എന്താണ് സൈഡ്? 1 മീറ്റർ ആണല്ലോ. ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലേ, അപ്പൊ എല്ലായിടത്തും 1 അല്ലേ. ഇവിടെ 1 മീറ്റർ ഉള്ളത് എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തു നമ്മള്? അതാണ് ഇവിടെ ഫിറ്റ് ചെയ്തത്. സോറി, ഇവിടെ ഫിറ്റ് ചെയ്തത്. ഇതിന്റെ ഈ പോർഷനാണ് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്തത്. പിന്നെ ഈ പോർഷനാണ് ഇതിന്റെ അടിയിലും വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി നമുക്ക്. അപ്പൊ ഇവിടെ 1 മീറ്റർ ആന്ന് കിട്ടി, ഇവിടെ ഹാഫ് മീറ്റർ ആന്ന് കിട്ടി, ഇവിടെ 90 ഡിഗ്രി കിട്ടി. ഇനി ഇതിന്റെ ആംഗിൾസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാല് വാട്ട് ഈസ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ. ഈ ട്രയാങ്കിൾ, ഈ റെക്ടാംഗിളിന്റെ ഏരിയയും പെരിമീറ്ററും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഏരിയയും പെരിമീറ്ററും കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഏരിയയും പെരിമീറ്ററും കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ റെക്ടാംഗിളിന്റെ ഒരു സൈഡ് കിട്ടി, ഈ ഒരു സൈഡ് കൂടെ കിട്ടണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പൈത്തഗോറസ് തിയറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് കിട്ടില്ല, ഇത്രയൊരു ഹാഫ്. ഈ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ? ഇത് തന്നെയല്ലേ ഈ സൈഡ്. ഇവർ രണ്ടാളും ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും, സെയിം മെഷർമെന്റ് ആയിരിക്കും ഇവിടെ. അപ്പൊ ഫസ്റ്റ് ഇവിടെ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ 1 തന്നിട്ടുണ്ട്, 1/2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യൂ. പൈത്തഗോറസ് ഇതെന്താണ്? നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പം ഇതെന്താണ്? ഈ ലോങ്സ്റ്റ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള എന്താ? ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. അപ്പൊ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 1 സ്ക്വയർ മൈനസ് 1/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. 1 മൈനസ് 1/2 എന്ന് പറയുമ്പോൾ എന്താണ്? 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ. അപ്പൊ 1/4 ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. അപ്പൊ 1 മൈനസ് 1/4. അപ്പൊ 1നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 4 മൈനസ് 1/4, 3/4 ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ, ബേസ് സ്ക്വയർ. അപ്പൊ ബേസ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു √3/4. √3/4 എന്ന് വന്നു കഴിഞ്ഞാലേ നോക്കി ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം നമുക്ക്. റൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ടിനും കോമൺ ആണ്. അപ്പൊ √3/√4 വരും. അപ്പൊ √3/√4 എന്ന് പറഞ്ഞാൽ എന്താ? 2. അപ്പൊ ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ √3/2 കിട്ടി. അപ്പൊ ഇവിടെ √3/2 കിട്ടി, ഇവിടെ എന്തായിരിക്കും? √3/2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? √3/2 പ്ലസ് √3/2. ഓക്കെ, അതായത് 2√3/2 that is equal to √3. 2 cancel ആക്കുക, √3. ഈ സൈഡിന്റെ ലെങ്ത് √3, ഇവിടെ 1 കിട്ടി. √3 കിട്ടി. ഇനി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഏരിയ ആണെങ്കിൽ എന്റെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇവിടെ എന്താണ്? 1 ഇൻറ്റു √3. അപ്പൊ എന്ത് വരും? √3 വരും. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ്. പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എന്താണ്? 2 ഇൻറ്റു L+B അല്ലെ? 2 ഇൻറ്റു L+B. അപ്പൊ 2 ഇൻറ്റു എന്ത് ചെയ്യണം? 1 പ്ലസ് √3. ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. 1 പ്ലസ് 1.73 ഇൻറ്റു 2 ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? ആൻസർ ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ അത് ചെയ്ത് നോക്കുക.
5.46. ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 57 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ഇപ്പം പറയുന്നത്. എ സ്ക്വയർ ആൻഡ് an equilateral triangle of sides twice as long are cut and the pieces are rearranged to form a trapezium as shown below. If side of a square is 2 cm, what are the perimeter and area of a trapezium? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ഒരു ട്രപ്പീസിയം കൺസ്ട്രക്ട് ചെയ്തു. എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത് ഈ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇതിന്റെ ട്വൈസ് ആണ് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 × 2. അപ്പൊ 4 സെന്റിമീറ്റർ ആണ് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെയൊക്കെ 4 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ട്രപ്പീസിയം നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഏതൊക്കെ സൈഡ്സ് അറിയാം? ഇതിന്റെ ഈ ട്രപ്പീസിയത്തിന് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഏരിയയും അതുപോലെ പെരിമീറ്ററും കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിന്റെ എന്തൊക്കെ സൈഡ്സ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഈ 4 സെന്റിമീറ്റർ കിട്ടിയത് എങ്ങനെ മനസ്സിലായോ? കാരണം ഈ ട്രയാങ്കിളിനെ കണ്ടോ, ഇതിന്റെ ഈ ബേസ് ഇല്ലേ, ഈ ബേസ് ആണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഈ ലോങ്സ്റ്റ് സൈഡ് ഉണ്ടല്ലോ, ഈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്, അതാണ് ഇവിടെ ഉള്ളിലിരിക്കുന്നത്. കാരണം കണ്ടോ, പെർപെൻഡിക്കുലറിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഹൈപ്പോട്ന്യൂസ് വരിക. ഇവിടെയാണ് ഇങ്ങനെ ഈ ട്രയാങ്കിളിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു, ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടാണ് ഇവിടേക്ക് നമ്മൾ വെച്ചത്. അപ്പൊ ഇത് 4 സെന്റിമീറ്റർ ആയി. ഇനി ഈ പോർഷൻ അപ്പൊ എന്താവും? ഈ ഒരു പോർഷൻ കണ്ടോ, ഈ റെഡ് പോർഷൻ, ഈ സ്ക്വയറിന്റെ ഇത് കണ്ടോ, ഇതൊന്ന് തിരിച്ചു വെച്ച പോർഷനാണ്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും വരിക? ഇതെന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? അപ്പൊ ഇതും എത്രയായിരിക്കും? ഇത് ആ സ്ക്വയറിന്റെ ബാക്കി ഒരു പോർഷനാണ്. ഇതിന്റെ ഒരു ഹാഫ് ആണ് കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ 2 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ, പിന്നെ ഇവിടെ 4. ഇത്രയാണ് നമുക്ക് അറിയുന്ന മെഷർമെന്റ്സ്. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ ഓഫ് ട്രപ്പീസിയം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കണം, ഇവിടെ കണ്ടുപിടിക്കണം, ഇവിടെ കണ്ടുപിടിക്കണം. ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുന്നതല്ലേ ഇതിന്റെ ഏരിയ. ഇപ്പൊ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 സെന്റിമീറ്റർ, ഇതും കിട്ടി. ഇനി ഈ ഒരു പോർഷൻ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ അതിന് എന്ത് ചെയ്യണം? ഈ രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ട് 2, 2. അപ്പൊ ഈ സൈഡ് കണ്ടുപിടിച്ചു. ഇവിടെ എങ്ങനെയാ? പൈത്തഗോറസ് തിയറം. ഈ ട്രയാങ്കിൾ മാത്രം ഞാൻ മാറ്റി വയ്ക്കുകയാണ്. 2 സെന്റിമീറ്റർ. ഈ ഒരു സൈഡ് കണ്ടുപിടിക്കണേ പൈത്തഗോറസ്. ഇത് ഹൈപ്പോട്ന്യൂസ് അല്ലേ? അപ്പൊ എന്തായിരിക്കും? 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 8. അപ്പൊ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് 8. അപ്പൊ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? √8. അപ്പൊ ഈ സൈഡ് ഒന്ന് കിട്ടി √8. ഓക്കെ, √8 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ √8നെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? √2 × 4 എന്ന് ചേഞ്ച് ചെയ്തൂടെ? കാരണം 8നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 × 4 എന്ന് എഴുതി കൂടെ? റൂട്ടിന്റെ ഉള്ളിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് √2 × √4 അതിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. എന്നിട്ട് √2 × √4 എന്ന് പറഞ്ഞാൽ എന്താ? 2. അപ്പൊ 2√2. അപ്പൊ ഇവിടെ കിട്ടിയത് 2√2. ഓക്കെ, 2√2 എഴുതി. ഇനി ഈ സൈഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഈ സൈഡ് അറിഞ്ഞൂടെ നമുക്ക്? ഇവിടെ 2 സെന്റിമീറ്റർ എഴുതി. അപ്പൊ ഇവിടെയും 2 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ 4, 2 തന്നു. അപ്പൊ ഈ സൈഡ് കണ്ടുപിടിക്കണം, അതായത് ബേസ് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ, അതായത് 4 സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മൈനസ് 4 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു ഈ സൈഡ് കിട്ടും BC. ഇതിനെ ഞാൻ BC എന്ന് പറഞ്ഞു വിളിക്കണേ. ഇസ് ഈക്വൽ ടു BC സ്ക്വയർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഈസ് ഈക്വൽ ടു BC സ്ക്വയർ എടുത്തു. BC ഈസ് ഈക്വൽ ടു √12 എന്ന് എടുത്തു. ഈ √12നെ നമുക്ക് നേരത്തെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തൂടെ? ഈ √12നെ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? √4 × 3 എഴുതി കൂടെ? അപ്പം √4 × √3. അപ്പൊ എന്ത് കിട്ടി? 2√3. അപ്പൊ ഈ സൈഡ് എന്ത് കിട്ടി നമുക്ക്? 2√3 എന്ന് പറഞ്ഞ് കിട്ടി. ഇതില് വേണമെങ്കിൽ √12നെ എനിക്ക് √6 × 2 എന്ന് എഴുതായിരുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ട് എഴുതിയില്ല? കാരണം നോക്കി, നമ്മളിതിന് സ്പ്ലിറ്റ് ചെയ്താൽ √6 × √2 എന്നാണ് കിട്ടുക. പക്ഷെ നമുക്ക് √6 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതുകൊണ്ട് ഇതിന്റെ കറക്റ്റ് വാല്യൂ നമുക്കറിയില്ല. പക്ഷെ ഇവിടെ √4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് 2√3 എന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ √4 × 3 എടുത്തത്. അപ്പൊ ഇവിടെ 2√3 കിട്ടി, 2√2 കിട്ടി. അപ്പൊ ഇവിടെ ഈ സൈഡ് എന്തായിരിക്കും? 2√3. ഈ സൈഡ് എന്തായിരിക്കും? 2√2. ഇനി നമുക്ക് ഇതിന്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തൂടെ?
perimeter is equal to എന്ത് ചെയ്യണം, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണേ. 2√3 പ്ലസ് 2√2 പ്ലസ് 2 പ്ലസ് അങ്ങനെയല്ലേ പെരിമീറ്റർ എടുക്കുക. 2 പ്ലസ് 2√3 പ്ലസ് 2 പ്ലസ് 2√2 എല്ലാം കൂടി ആഡ് ചെയ്തെടുക്കുക. ഇവിടെ 2 2√3 ഉണ്ട്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? 2 × 2 4√3 പ്ലസ് 2 2√2 ഉണ്ട്. അപ്പം 2 × 2√2 അപ്പൊ 4√2 പ്ലസ് 2 2 ഉണ്ട്. 2 പ്ലസ് 2 4. അപ്പൊ എന്ത് കിട്ടി? ഇതിനൊക്കെ നമുക്ക് എന്ത് 4√3 × 4. അപ്പൊ ഇതിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. 4 × √3 പ്ലസ് √2 പ്ലസ് 1. എന്നിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. √2ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, √3ന്റെ വാല്യൂ കൊടുക്കുക, 1 ചെയ്യുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തന്നെ എഴുതിയാലും മതിയായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, വാല്യൂസ് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. 16.56 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഏരിയ ഓഫ് ട്രപ്പീസിയം എന്തായിരുന്നു? ഹാഫ് HA + B. അതായത് ഹാഫ് ഇൻറ്റു ഇതിന്റെ H എന്താ വരിക? ഇതിൽ ഇവിടുത്തെ H എന്ന് പറയുന്നത് ഇതല്ലേ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ? അത് എത്രയാണ്? 2 × A + B. ഇത് A ഇത് B അങ്ങനല്ലേ? A + B. അപ്പം രണ്ടും ഇവിടെ സെയിം ആണ്. ചില കേസുകളിലൊക്കെ എയും ബിയും വേറെ വരാം. ഈ ട്രപ്പീസിയത്തിലൊക്കെ ഇവിടെയും 2√3 ആണ്, ഇവിടെയും 2√3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2√3 പ്ലസ് 2√3 എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് 1/2 × 2 2 എന്താ? ന്യൂമറേറ്ററിൽ 2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്. അപ്പൊ ഇത് രണ്ട് ക്യാൻസൽ ആയി പോകില്ലേ? അപ്പൊ ഇത് എഴുതണ്ട. പിന്നെ 2√3 പ്ലസ് 2√3 ഉള്ളൂ. 2√3 പ്ലസ് 2√3 അതായത് 2 + 2 അല്ല സോറി 2 × 2√3 അപ്പൊ 4√3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. പേജ് നമ്പർ 58ലെ 5th പ്രോബ്ലം ഒന്ന് നോക്കുക. ഓക്കെ, പിക്ക് ഔട്ട് ഹൂസ് പ്രൊഡക്റ്റ് ഈസ് എ നാച്ചുറൽ നമ്പർ ഓർ ഫ്രാക്ഷൻ. അതായത് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ √3 √6. ഈ നമ്പർ എടുക്കുക, ഇതിന്റെ പ്രൊഡക്റ്റ് നോക്കുക, എന്നിട്ട് നമുക്ക് നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻ ആണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ഇതിന്റെ പ്രൊഡക്റ്റ് നോക്കാം. √3 × √6. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു √18. അപ്പൊ √18 എന്ന് പറയുമ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. ഇതിന് വേണമെങ്കിൽ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാവേ. എങ്ങനെ എഴുതാം? √9 × √2 എന്ന് എഴുതാം അല്ലെ? √18നെ √9 × 8 എന്ന് എഴുതാം. അപ്പൊ √9 × √2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3√2 എന്ന് കിട്ടും. അപ്പൊ ഈ √2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1.41 ആണ്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായാലും നമുക്ക് എന്ത് കിട്ടില്ല? ഒരു നാച്ചുറൽ നമ്പർ കിട്ടില്ല. അപ്പൊ ഇതെന്തായിരിക്കും? ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ 2√3 3√3 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2√3 × 3√3 എന്ത് വരും? ഇവിടെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? നമ്മൾ 2√3 എന്ന് എഴുതി കഴിഞ്ഞാൽ 2 × √3 തന്നെയാണ് അതിന്റെ മീനിങ്. 3√3 എന്ന് എഴുതിയാൽ 3 × √3 തന്നെ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? 2 × 3 എന്ത് വരുന്നു? 6 √3 സോറി √3 മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മള് √3നെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. നേരത്തെ നമ്മള് ഇപ്പം 2√3 പ്ലസ് 2√3 വന്ന സമയത്ത് ഇവിടെ പ്ലസ് ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ എന്ത് എഴുതി? 4√3 എഴുതിയത്. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഈ √3നെയും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 2 × 3 × 6 എഴുതി. പിന്നെ ഈ √3 × √3 √3 × √3 എന്ത് വരും? √9 വരും അല്ലെ? √9 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 18. അപ്പൊ ഇതെന്തായി? ഒരു നാച്ചുറൽ നമ്പർ കിട്ടി. 2√3 ഇതിപ്പോ ആ ക്വസ്റ്റ്യൻ അല്ല, ഇത് ഞാൻ നിങ്ങൾക്കൊരു ഡൗട്ട് ക്ലാരിഫിക്കേഷൻ എഴുതുന്നതാണ്. 2√3 പ്ലസ് 3√3 ഇങ്ങനെ വന്നാൽ നിങ്ങൾ ഇതിന്റെ ആൻസർ എന്താ എഴുതുക? ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ജസ്റ്റ് എന്ത് ചെയ്യണം? ഇവിടെ രണ്ടില് കോമൺ ആയിട്ട് എന്ത് ഉണ്ട്? √3 ഉണ്ട്. √3നെ പുറത്തേക്ക് എടുത്തു. 2 + 3 എന്ത് കിട്ടി? 5√3 എന്ന് കിട്ടി. 5√3 എഴുതാം. ഇനി 2√3 പ്ലസ് 5√2 ഇങ്ങനെ വന്നാലോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ √3നെയും ഈ √2നെയും കൂടി
ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആകെ പറ്റുന്നത് എന്താണ്, ഇതിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക, ഈ റൂട്ട് 3ന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക, റൂട്ട് 2ന്റെ വാല്യൂ ചെയ്യുക, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് സെയിം റൂട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ രണ്ടാളെയും ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ പറ്റില്ല, അതായത് 7√2 അങ്ങനെ പറ്റില്ല, 7√2 6 എന്നൊന്നും എഴുതാൻ പാടില്ല കേട്ടോ, ഇതൊക്കെ തെറ്റാണ്, ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സെയിം റൂട്ട്, അതുപോലെ ഇപ്പം 5√2 പ്ലസ് 10√2 ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനെ രണ്ടിനെയും ആഡ് ചെയ്യാൻ പറ്റും. സെയിം റൂട്ട് വരുമ്പോൾ 5 + 10 15√2 എന്ന് എഴുതാം. ഓക്കെ, 7/1/2 √3 1/3. ഓക്കെ, ഇതിന്റെ പ്രൊഡക്റ്റ് ആണ്, നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻ ആണോ എന്ന് നോക്കുക. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം, 7/1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √7 × 2 14 + 1/2 × 3 × 3 9 + 1/3 √15/2 × √10/3. ഇവിടെ ഇൻറ്റു ആണ്, മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. √15/√2 × √10/√3 ചെയ്തു. എന്നിട്ട് ഇനി ഇതില് √3നെ നമുക്ക് ക്യാൻസൽ ആയി പോകണം, അതുപോലെ √2ഉം ക്യാൻസൽ ആയി പോകണം നമുക്ക്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഈ √15നെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും നമുക്ക്, 15നെ വേറെ 15ന്റെ കുറച്ച് മൾട്ടിപ്പിൾസ് എന്തൊക്കെയാണ്, 5 × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടില്ലേ. അപ്പൊ ഇതിന് നമുക്ക് √5 × 3/√2 × ഇവിടെ എങ്ങനെ √2 ക്യാൻസൽ ആയി പോകണം, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, 10നെ 2 × 5 എഴുതി √3. അപ്പൊ എന്ത് കിട്ടി, √5 × √3 സ്പ്ലിറ്റ് ചെയ്തു, √2 × √5/√3. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കണ്ടോ √2 ന്യൂമറേറ്ററിൽ √3 ഉണ്ട്, ഡിനോമിനേറ്ററിൽ √3 ഉണ്ട്. അപ്പൊ ഇവിടെയും ക്യാൻസൽ ചെയ്തു. ഇനി ഇവ രണ്ടെണ്ണം കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, √5 അത് പറ്റില്ല കേട്ടോ, അത് രണ്ടാണ് ന്യൂമറേറ്ററിലായിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, √25 അല്ലെ, √5 × √5 എന്താ, √25 = 5. അപ്പൊ എന്ത് കിട്ടി, ഇതൊരു നാച്ചുറൽ നമ്പർ കിട്ടി, ഇതിലൊരു ഫ്രാക്ഷൻ അല്ല നാച്ചുറൽ നമ്പർ ആണ് കിട്ടി. ഓക്കെ, ഇതിൽ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹോംവർക്ക് ആണ്, ഇത് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ ഫസ്റ്റ് വൺ ഫ്രാക്ഷൻ ആയിട്ടാണ് വരിക, സെക്കൻഡ് വൺ ഫ്രാക്ഷൻ ആണ് വരിക, ഇതൊരു നാച്ചുറൽ നമ്പർ ആണ് വരിക. ഇതിൽ ലാസ്റ്റ് വൺ എന്ത് ചെയ്യുന്നു, ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്, √5 × √8 ചെയ്യണം പറഞ്ഞത്. അപ്പൊ √5 × √8 ചെയ്യുമ്പോൾ √40 കിട്ടും. √40 വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ 40ന് വേറെ മൾട്ടിപ്പിൾസ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ഇവിടെ 4 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതുകൊണ്ട് നമ്മൾ √4 × 10 എന്നുള്ള രീതിയിൽ എഴുതി. അപ്പൊ √4 × 10 എഴുതുമ്പോൾ √4 × √10 കിട്ടും. ഇപ്പൊ √4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണ്, 2 ആണ്. അപ്പൊ 2√10 കിട്ടും. പിന്നെ ഈ √10 നമുക്ക് പിന്നെ ചെറുതാക്കാൻ പറ്റില്ലല്ലോ, കാരണം പിന്നെ വരുന്നത് 2 × 5 ഒക്കെയാണ്. അപ്പൊ അതൊന്നും പിന്നെ നമുക്ക് അതിൽ പെർഫെക്റ്റ് സ്ക്വയർ ഒന്നും കിട്ടില്ല. അപ്പൊ എന്തായി, ഇതൊരു ഫ്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇത് മാത്രം നാച്ചുറൽ നമ്പർ. ഇതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. √6/2 എന്ന് പറയുന്നതിനെ നമുക്ക് ഇനി ഡിവിഷൻ ആണ് വരുന്നത് കേട്ടോ. √6/2 ഈ റൂട്ട് രണ്ടാൾക്കും ബാധകമായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, √6/√2 ഇങ്ങനെ മാറ്റി എഴുതി. ഇങ്ങനെ കൊണ്ട് എഴുതരുത് √6/2 ഇത് തെറ്റാ, കാരണം ഈ റൂട്ട് രണ്ടാൾക്കും ഉള്ളതാണ് കണ്ടോ, അത് വലിയൊരു റൂട്ടാണ് ഇരിക്കുന്നത്, ഇതിൽ രണ്ടാളും ഉണ്ട്. അപ്പൊ √6/√2 എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, √6/2 എന്നുള്ളതിനെ 6/2 എത്രയാണ്, √3 എന്ന് എഴുതാം. ഓക്കെ, √6/2നെ √3 എന്ന് എഴുതാം. ഇപ്പൊ ഇങ്ങനെ തന്നു വിചാരിക്കാം, √6/√2 ഇങ്ങനെ തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് ജോയിൻ ചെയ്യിക്കാൻ പറ്റും. √6/2 =√3. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ തന്നാലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് അതുപോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് എഴുതാം. ഇനി √3 × √2/3 എങ്ങനെ കണ്ടുപിടിക്കുക നമ്മള്, √3 × √3/2/3. ഫസ്റ്റ് എന്ത് ചെയ്യണം, √3 അതുപോലെ എഴുതി,
ഇതിനെന്താ ചെയ്യുക? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. √2/√3. കണ്ടോ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √3 വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും ക്യാൻസൽ ആയി പോകില്ലേ? √3 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എന്തുണ്ടാവും? √2 ഉണ്ടാവും. കിട്ടിയില്ലേ? കണ്ടോ? √3 × √2/3 എന്നപ്പോ സ്പ്ലിറ്റ് ചെയ്ത് √2 ആൻസർ കിട്ടി. ഇനി കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് √1/2. ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ഇപ്പൊ ഇവിടെ നമ്മൾ √2 കണ്ടുപിടിച്ചിട്ടുള്ളൂ. വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഇപ്പൊ √2 ആണെങ്കിൽ ഇതിന്റെ കറക്റ്റ് വാല്യൂ ഇതാണ്, എത്ര? 1.41. അങ്ങനെ ഈ √1/2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് എന്ത് ചെയ്യണം? √1/√2 എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, √1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? √1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയല്ലേ? 1/√2 എന്ന് എഴുതി. ഓക്കെ, ഇത് സ്പ്ലിറ്റ് ചെയ്ത് 1/√2 എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ വരുമ്പോ മൾട്ടിപ്ലൈ ചെയ്യാൻ ഈസി ആയിട്ട് വരാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ 1/1.41 എന്നൊക്കെ എഴുതി വാല്യൂ കണ്ടുപിടിക്കാം. അതിലും ഈസി ആയിട്ട് ഇങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്ററിൽ എന്താണോ കിടക്കുന്നത് അതിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ആ ഡിയിലും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡിനോമിനേറ്ററിൽ എന്താണോ കിടക്കുന്നത് അതിനെ കൊണ്ട് ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷെ നമുക്ക് ഇവിടെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. കാരണം എന്താ? ഈ √2 സെയിം ആയിട്ട് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് 1/√2 തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മളിവിടെ √2/√2 കൊടുത്തോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ ഡിനോമിനേറ്റർ കിടക്കുന്നത് ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവരെ നേരെ മൾട്ടിപ്ലൈ ചെയ്തു, സദാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെ. 1 × √2 എന്താണ്? √2/√2 × √2 എന്താണ്? √2 × √2 എന്താണ്? √4 അല്ലേ? 2 × 2 4, √4. അപ്പൊ √2/√4 എന്ന് കിട്ടി. √2/√4 എന്ന് പറഞ്ഞാൽ എന്താണ്? √2/√4ന്റെ വാല്യൂ 2 അല്ലെ? പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ 4? അപ്പൊ √2/2 ചെയ്തു. ഇനി വേണം നമ്മൾ √2ന്റെ വാല്യൂ അതിന് ആഡ് ചെയ്ത് കൊടുക്കാൻ. √2ന്റെ വാല്യൂ എന്താണ്? 1.414/2. 2 × 141 ഇങ്ങനെ എഴുതി. ഡെസിമൽ പോയിന്റ് ഉണ്ട് ഇവിടെ. തൽക്കാലം അത് നമുക്ക് ലാസ്റ്റ് ഈ ഡെസിമൽ പോയിന്റ് ഇതാ 21414 ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 14 എന്തായിരിക്കും? 2 × 7 അല്ലേ? 2 × 7 14 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. നെക്സ്റ്റ് വാല്യൂ എടുത്തു. ഏതാ? 1 എഴുതി. 1നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു 0 ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ 4നെ ഇവിടേക്ക് എഴുതുന്നു. ഓക്കെ, 1നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, 0 ആഡ് ചെയ്തിട്ട് ഇവിടെ 4 എഴുതി. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഈ 14 നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൂടെ? 2 × 7 14 എന്ത് കിട്ടി? 0 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? റിമൈൻഡർ 0 കിട്ടി. അപ്പൊ നമുക്ക് ഈ വാല്യൂ എന്ത് കിട്ടി? 707 കിട്ടി. ഇനി വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ 707നെ നമ്മൾ അവിടെ എഴുതി. ഇനി വേണം ഈ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കാൻ. ഇവിടെ എത്ര ഡെസിമൽ, ഈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ ഡെസിമൽ പോയിന്റ് എവിടെ ആയിരിക്കും ഇടണ്ടേ? 1 2 3. ഇവിടെയാണ് നമ്മൾ ആ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്. കണ്ടോ? ഇവിടെ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര എണ്ണം ഉണ്ട്? 3 വാല്യൂസ് ഇല്ലേ? അപ്പം 1 2 3 ഇവിടെ ആയിരിക്കും ഈ പോയിന്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. എന്താണ് ആൻസർ കിട്ടിയത്? 0.707 ആണ് ആൻസർ. കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് √1/3. √1/3ന്റെ എങ്ങനെയാ? നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. ബോത്ത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മള് ഫസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാം. √1/√3. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ വെച്ച് ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് വരും? √3/√9. √3/√9 എന്താണ്? 3 അല്ലെ? എന്നിട്ട് 1.73/3 ചെയ്യുന്നു. 1.73/3. അപ്പൊ എന്തെങ്ങനെ ചെയ്യാറിയും? 173 എഴുതുന്നു. എന്നിട്ട് ഡെസിമൽ പോയിന്റ് മാറാതിരിക്കാൻ ഫസ്റ്റ് എന്നോട് പോയിന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ പോയിന്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ 3 ഇവിടെ 70 ആണ്. അപ്പൊ എത്ര വരും? 3 × 5 അല്ലേ വരിക? 3 × 6 വന്നാൽ 18 ആവും. അപ്പൊ 3 × 5 എഴുതി, 5 15 എഴുതി, 2 എഴുതി. എന്ത് ചെയ്യുന്നു?
23 എഴുതി. ഇനി 23 ആകുമ്പോൾ എന്ത് വരും? 7 into 3 അല്ലെ, 8 into 3 എത്ര വരും? 24 വരും. അപ്പൊ 7 into 3 എടുക്കുന്നു. അപ്പൊ 7 into 3 21 വരുന്നു. 20 എഴുതുന്നു. 3 2 പോവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മളൊരു 0 ആഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 0 അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരത്തേലായിരുന്നു നമ്മൾ വേറെ നമ്പർ കൂടി എടുത്തപ്പോഴാണ് 0 ആഡ് ചെയ്ത് കൊടുത്തത്. ഇവിടെ ഇപ്പം ജസ്റ്റ് ഇവിടെ 0 കൊടുക്കണ്ട, ഇവിടെ മാത്രം 0 എടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? 7 into 3 എത്ര വരും? 21 വരും. അപ്പൊ 6 എടുക്കുന്നു. അപ്പൊ 6 എടുത്താൽ എന്ത് വരും? 18 വരും, 2 വരും. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. തൽക്കാലം നമുക്ക് ഇത്ര വാല്യൂസ് പോലെ 3 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 യൂണിറ്റ്സ് മതി. അപ്പൊ ജസ്റ്റ് ഇവിടെ എന്ത് വാല്യൂ, അല്ലെങ്കിൽ 2 യൂണിറ്റ് ആണെങ്കിലും മതി. ഇവിടെ നമ്മളെ നിർത്തുക നിങ്ങൾ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ പോയിന്റ് ഉണ്ട് 0.57 എഴുതണ്ടെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. 0.57 ആയിരിക്കും ഇതിന്റെ വാല്യൂ. ഓക്കെ, ഇനി പേജ് നമ്പർ 60 ഒരു പ്രോബ്ലം ഉണ്ട്. കാൽക്കുലേറ്റ്, ആ ഫിഗർ ഒന്ന് എടുത്ത് വെക്കുക. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓൺ ദി ബിലോ കറക്റ്റ് ടു എ മില്ലിമീറ്റർ. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു എക്സസൈസ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയാം. ആ ഫിഗർ ഒന്ന് എടുത്ത് വെക്കുക. അതിലൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ നമ്മൾ അതിനെ ഹാഫ് ആക്കി ഇതാക്കിയിട്ടുണ്ട്. അവിടെ മെഷർമെന്റ് എത്ര തന്നിരിക്കുന്നത്? 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള അതിന്റെ സൈഡ്സ്, അതിന് 3 സൈഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ ഹാഫ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? 2 ട്രയാങ്കിളായി മാറിയില്ലേ? അപ്പം നമുക്ക് വീണ്ടും എന്ത് കിട്ടി? 30, 60, 90 എന്നുള്ള 2 ട്രയാങ്കിൾസ് കിട്ടി. ഒരു ട്രയാങ്കിൾ 30, 60, 90നും മറ്റേ ആംഗിൾ 30, 60, 90 എന്നുള്ള രീതിയിൽ വന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ ആ ആംഗിൾസിന്റെ റേഷ്യോ എന്തായിരിക്കും? 1:√3:2 എന്നുള്ള റേഷ്യോയിലായിരിക്കും. അപ്പൊ അങ്ങനെ സൈഡ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാൻ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഹാഫ് മാത്രം എടുക്കുക. ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ മാത്രം എടുത്തു. ഓക്കെ, ഇവിടെ എന്തായിരിക്കും വരിക? 30 ഡിഗ്രി വരും, ഇവിടെ 60 ഡിഗ്രി വരും, ഇവിടെ 90 വരും. ഇവിടെ ഈ സൈഡ് എത്ര വന്നിട്ടുണ്ട്? നമുക്ക് 4 സെന്റിമീറ്റർ വന്നിട്ടുണ്ട്. ഇനി ഈ സൈഡും ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ ബാക്കി ഈ സൈഡ് ഫുൾ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഈ സൈഡ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവരുടെ റേഷ്യോ എങ്ങനെയായിരിക്കും? 1:√3:2 എന്നുള്ള റേഷ്യോയിലായിരിക്കും. ഈ സൈഡ് തന്നിട്ടുണ്ട് 4 ആണ്. അപ്പം 16ന്റെ ഓപ്പോസിറ്റ് 4 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 16ന്റെ ഓപ്പോസിറ്റ് 4, ഇവിടെ 4 ആണ് തന്നിട്ടുണ്ട്. പക്ഷെ റേഷ്യോ എങ്ങനെ ഇരിക്കുന്നത്? √3 എന്നുള്ള റേഷ്യോയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ √3 എന്നുള്ള റേഷ്യോനെ നമുക്ക് 4 ആക്കണം. കാരണം ഇവിടെ 16ന്റെ ഓപ്പോസിറ്റ് എത്ര നിൽക്കുന്നത്? 4 തന്നെ. അപ്പൊ ഈ √3നെ 4 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ √3നെ √3 into 4/√3 എഴുതാൻ മതി. എന്താ എന്ത് കിട്ടും? നമുക്ക് 4 കിട്ടും. കാരണം ഇവിടെ റേഷ്യോ നമുക്കറിയാം 1:√3:2 എന്നുള്ള റേഷ്യോയിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ സൈഡ് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? 4 എന്നാണ് തന്നിരിക്കുന്നത്, 16ന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഇവിടെ √3 ആയിരിക്കും ഇതിന്റെ സൈഡ് വരിക. അല്ല, ഈ √3നെ എന്താക്കണം? നമ്മള് 4 കിട്ടണം നമുക്ക്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ √3നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ്? 4/√3 ചെയ്താലാണ് നമുക്ക് 4 കിട്ടുക അല്ലെ? കാരണം 4/√3 ചെയ്താൽ എന്ത് കിട്ടും? √3യും √3യും ക്യാൻസൽ ആയി പോയാൽ 4 കിട്ടും. ആലോചിച്ചാൽ മതി. √3 into ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോഴാണ് നമുക്ക് 4 കിട്ടേണ്ടത്. നമുക്ക് 4 കിട്ടണ്ടേ? അപ്പൊ ഏത് നമ്പർ ആയിരിക്കും? അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ഏത് നമ്പറാണോ നമുക്ക് കിട്ടേണ്ടത് അത് ന്യൂമറേറ്ററിൽ എഴുതുക /√3. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? √3 പോയിട്ട് ഈ 4 നമുക്ക് കിട്ടും. അങ്ങനെയാണ് കിട്ടിയത്. വേറെ ഏതെങ്കിലും ഇപ്പൊ √2 into x is equal to ഇവിടെ 6 ആയിരുന്നു നമുക്ക് കിട്ടണ്ടേ. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് അർത്ഥം. ഇവിടെ 6 കിട്ടണം. അപ്പൊ ഈ √2ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും നമുക്ക് 6 കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ എക്സിന്റെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഏത് നമ്പറാണോ നമുക്ക് കിട്ടണ്ടേ അത് നമ്മൾ 6 ഇവിടെ കൊടുക്കുക. ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യണം? ഈ √2 ക്യാൻസൽ ആയി പോകണം. അപ്പൊ ഈ √2നെ അടിയിലും കൊടുക്കുക. അപ്പൊ ഇതും ക്യാൻസൽ ആയി പോയാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് 4 കിട്ടി. അപ്പൊ ഈ √3നെ നമ്മൾ 4/√3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇതിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ? പറ്റില്ല. കാരണം റേഷ്യോയില് ഒരു നമ്പറിനെ 4/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബാക്കി എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ 4/√3 വെച്ച് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് 1 ഏതാ കിടക്കുന്നത്? 1നെ എന്ത് ചെയ്യണം? 4/√3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഏതാ കിടക്കുന്നത്? √3 നമ്മൾ ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ 2നെ എന്ത് ചെയ്യണം? 2നെ നമ്മൾ അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? ഇവിടെ നമുക്ക് ഓൾറെഡി 4 കിട്ടി.
ഇവിടെ എന്ത് കിട്ടും? 4/√3 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 2 × 4 എത്രയാ? 8/√3. ഓക്കെ, അപ്പൊ ഇവരുടെ സൈഡ്സിന്റെ ലെങ്ത് കിട്ടിയില്ലേ? ഈ സൈഡ് എന്തായിരിക്കും? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇവിടെ എന്താ കിട്ടി നമുക്ക്? 8/√3. ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇവിടെ 30 ഇതിന്റെ ഓപ്പോസിറ്റ് എന്തായിട്ട് വരും? 30യുടെ ഓപ്പോസിറ്റ് 1 അല്ലേ റേഷ്യോ വരുന്നത്? അപ്പൊ 1 × 4/√3 4/√3 കിട്ടി. ഓക്കെ, ഇനി ആ മറ്റേ ട്രയാങ്കിളും കൂടി ഇതിന്റെ കൺസിഡർ ചെയ്താൽ ഇവിടെ എന്തായിരിക്കും? 4/√3 ആയിരിക്കും. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ലെങ്ത്, ഈ എ ബി എന്ന് പറഞ്ഞാൽ മേടിക്കാം. ഈ എ ബി എന്ന് പറഞ്ഞ ലെങ്ത് എന്തായിരിക്കും? 2 × 4/√3 ആയിരിക്കും. അതായത് 8/√3 ആയിരിക്കും അല്ലെ? 8/√3. ഈ സൈഡ് എന്തായിരിക്കും? 8/√3. √2 + 1 × √2 - 1 = 1. ഇത് പ്രൂവ് ചെയ്യാനായിട്ടാണ് ഫസ്റ്റ്. യൂസ് ദിസ് ടു കമ്പ്യൂട്ട് 1/√2 - 1 കറക്റ്റ് ടു ഡെസിമൽ പ്ലേസസ്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇത് √2 + 1 × √2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ 1/√2 - 1ന്റെ വാല്യൂ ഈ ഇത് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്യാനും പറയുന്നുണ്ട്. ഫസ്റ്റ് ഇത് എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇതെടുത്ത് എഴുതുന്നു. √2 + 1 × √2 - 1. ഇനി എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം √2 × √2 മൈനസ്, ഇവിടെ മൈനസ് സൈൻ ഉണ്ട്, അപ്പൊ മൈനസ് √2 × 1. ഇവിടെ എന്താ? പ്ലസ്. അപ്പൊ പ്ലസ് 1 × √2. ഇവിടെ നോക്കി, ഇവിടെ പ്ലസും ഇവിടെ മൈനസും. അപ്പൊ പ്ലസ് × മൈനസ് എന്ത് വരും? മൈനസ് വരും. അപ്പൊ -1. ഓക്കെ, √2 × √2 √4 മൈനസ് √2 പ്ലസ് √2 മൈനസ് 1. ഇനി നോക്കി, ഇവിടെ -√2 + √2 ആ. -√2 + √2 വന്നു കഴിഞ്ഞാൽ എന്ത് വരും? 0 അല്ലേ വരിക. അപ്പൊ ഇത് ക്യാൻസൽ ആയി പോവില്ലേ? ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പൊ ലാസ്റ്റ് എന്തുണ്ടാവും? √4 - 1. √4 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? അപ്പൊ ഇതിന് √4ന്റെ വാല്യൂ എന്തായിരിക്കും? 2. 2 - 1 1. കിട്ടിയോ നമുക്ക്? ഇത് പ്രൂവ് ചെയ്തു. ഇനി 1/√2 - 1ന്റെ വാല്യൂ ഇത് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ 1 ഇവിടെ ഇരിക്കുന്ന എങ്ങനെയാണ്? √2 + 1 × √2 - 1 = 1. ഈ √2 - 1നെ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഇവിടെ ബ്രാക്കറ്റിൽ രണ്ടെണ്ണം കാണിച്ചാലും ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഇതിന് ഈ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആയിട്ട് മാറും അല്ലെ? അപ്പം ഈ √2 + 1 = എന്ത് ചെയ്യുന്നു? ഈ √2 - 1നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടിരുന്നു. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ 1/√2 - 1 ഇതിന്റെ വാല്യൂ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ കിട്ടും നമുക്ക്. എന്നിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ഫസ്റ്റ് കൊണ്ടുവന്ന് 1/√2 - 1 എഴുതി. ഇനി നോക്കി, 1/√2 - 1 = 1/√2 - 1 എന്ന് പറഞ്ഞാൽ എന്താ? √2 + 1. √2ന്റെ വാല്യൂ നമുക്കറിയില്ല, എത്രയാണ്? 1.41 + 1. അതായത് 2.41 ആണ് 1/√2 - 1ന്റെ വാല്യൂ. ഈ 1/√2 + 1 ഉണ്ടല്ലോ, 1/√2 + 1, ഇത് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഇതുപോലെ കണ്ടുപിടിച്ചത്. നമ്മൾ ഇക്വേഷൻ √2 + 1 × √2 - 1 = 1. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ √2 + 1നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്താവും? 1/√2 + 1 = √2 - 1 ആവും. എന്നിട്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിലുള്ള ഹോംവർക്ക് ആണ് 1/√2 + 1ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. √3 - 2 × √3 പ്ലസ് ഇവിടെ √2ന്റെ √2. ഇത് പ്രൂവ് ചെയ്യണം, ഇത് സിംപ്ലിഫൈ ചെയ്യണം പറഞ്ഞത്. ലാസ്റ്റ് ഇത് സിംപ്ലിഫൈ ചെയ്യണം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് ഇങ്ങോട്ട് അതാക്കുക, ഇവിടെ കൊടുക്കുക, ഈ സൈൻ നോക്കുക, ഇത് ചെയ്യുക, ഇതിങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് സിംപ്ലിഫൈ. ഇത് സിംപ്ലിഫൈ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പ്രൂവ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് നമുക്ക് എന്താ ആൻസർ കിട്ടാന്ന് വെച്ചാല് 1 കിട്ടുമെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, √3 + -2 ഇത് 1 കിട്ടുമെന്ന് നോക്കുക. അതുപോലെ യൂസിങ് ദിസ്, ഇത് ഉപയോഗിച്ചിട്ട് ഈ √3 - √2 ഇത് വെച്ചിട്ട്
1 by root 3 minus root 2, 1 by root 3 plus root 2 വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനും പറയുന്നുണ്ട്. വാല്യൂ ഓഫ് ഇത് കിട്ടുക, ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. എങ്ങനെ 1 by ആദ്യം root 3 minus root 2 ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്നിട്ട് അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 1 by root 3 minus root 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു root 3 plus root 2 എന്ന് വരും. എന്നിട്ട് ഈ root 3 വാല്യൂ കൊടുക്കുക, root 2 വാല്യൂ കൊടുക്കുക. അപ്പൊ ആൻസർ വരുന്നത്, ഇത് ചെയ്ത് നോക്കുക, ആൻസർ വരുന്നത് 3.14. ഇവിടെ 3.14ഉം ഇതിന്റെ വാല്യൂ അങ്ങനെ ചെയ്യുമ്പോൾ വരുന്നത് 0.32 ആണ്. ഇത് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വൺ, പ്രൂവ് ദാറ്റ് 2/3 ഈ റൂട്ട് ഇവിടെ വരെ ഉണ്ട് ഇസ് ഈക്വൽ ടു 2√2/3. ഇങ്ങനെ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ എന്തായാലും ഫസ്റ്റ് ഈ ലെഫ്റ്റ് സൈഡ് എടുക്കുക. √2/3 is equal to root of 2/3 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 2 into 3 അല്ലെ? 2 into 3 plus 2. അപ്പോ 6 plus 2/3 that is equal to root of 8/3. ഇങ്ങനെ വന്നു. ഇനി എന്ത് ചെയ്യണം? റൂട്ട് 8/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ റൂട്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ root 8/√3. ഇനി ഈ റൂട്ട് 8നെ എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് 8നെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? √2 into √4 എന്ന് എഴുതി കൂടെ. കാരണം എന്താ? റൂട്ട് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 into 4 ആണ്. അപ്പൊ അതിനെ നമുക്ക് √2 into √4 എഴുതി കൂടെ. അപ്പൊ √2 into √4/√3 എഴുതി. ഇനി √2 into ഇവിടെ √4 ആവും വെക്കുന്നത്. 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? അപ്പൊ ഇത് √4 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും വരിക അല്ലെ? അപ്പൊ √2 into 2/3 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു √2 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതി കൂടെ. നേരത്തെ നമ്മൾ പഠിച്ചു മൾട്ടിപ്ലിക്കേഷന്റെ ഈ സിമ്പിൾ എഴുതണമെന്നില്ല. 2√2 by ഇവിടെ √3 ഉണ്ട്, √3 എഴുതാം. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 into √2/3 എന്നാണ്. അപ്പൊ ഇതിനെ എങ്ങനെ ചേഞ്ച് ചെയ്താൽ മതി? 2 into ഈ √2 √3 ഇങ്ങനെ സെപ്പറേറ്റ് ആയി കിടക്കല്ലേ? ഇതിനെ അപ്പൊ നമുക്ക് √2/3 എന്ന് പറഞ്ഞ് എഴുതാം. ഇതിനെ മൊത്തത്തിൽ കൊണ്ട് ഇതിന്റെ ഉള്ളിൽ എഴുതരുത്. ഇപ്പൊ ഈ റൂട്ടും ഈ റൂട്ടിനെ ഒരുമിച്ച് 2√2/3 എന്ന് പറഞ്ഞ് എഴുതാം. √3/8 is equal to എന്ത് പ്രൂവ് ചെയ്യാൻ ആരംഭിക്കുന്നത്? 3√3/8. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡ് എടുക്കണം. 3 into 8 plus 3/8 ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വാല്യൂ കിട്ടും. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടും. √27/8 എന്നൊക്കെ കിട്ടും. ഓക്കെ, എന്നിട്ട് അതിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് √9 into √3 എന്ന് കിട്ടുന്നു /8 എന്ന് കിട്ടും. ലാസ്റ്റ് √9 എന്ന് പറഞ്ഞാൽ 3√3/8 എന്ന് കിട്ടും. എന്നിട്ട് 3√3/8 എന്ന്. ഇത് ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഇവിടെ ചെയ്യണം. 3 into 8 3 plus ഇത് മൊത്തം ചെയ്ത് നോക്കുക. ഇത് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th one. അത് ടെക്സ്റ്റിലുണ്ട്. 6th question ആണ് ടെക്സ്റ്റിലെ. All red triangles in the picture are equilateral. What is the ratio of the sides of outer and inner squares? ഓക്കെ, ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാല് ഒരു ഔട്ടർ സ്ക്വയർ ഉണ്ട്, ഒരു ഇന്നർ സ്ക്വയർ ഉണ്ട് ആ ഫിഗറിൽ. ഇതെങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്? ഇതിലുള്ള റെഡ് ട്രയാങ്കിൾസ് ഒക്കെ ഇക്വലാറ്ററൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഷ്യോ, അവരുടെ സൈഡിന്റെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 61 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഇന്നർ സ്ക്വയർ കണ്ടോ? ഇതിലൊരു ഗ്രീൻ കളർ ഇന്നർ സ്ക്വയർ കാണുന്നുണ്ട്. അതും അതുപോലെ ഇതിന്റെ ഔട്ടർ സ്ക്വയറിന്റെയും സൈഡിന്റെ ലെങ്ത്തിന്റെ റേഷ്യോസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് ഈ സൈഡും കണ്ടുപിടിക്കണം, അതുപോലെ ഈ സ്ക്വയറിന്റെ ഈ സൈഡും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ചെറിയ റെക്ടാംഗിൾ പോർഷൻ ഉണ്ടല്ലോ, ഈ മേളിലൊരു ചെറിയ റെക്ടാംഗിൾ കണ്ടോ? 2 ഇക്വലാറ്ററൽ ട്രയാംഗിളും പിന്നെ ഈ 2 യെല്ലോ കളർ നിൽക്കുന്ന ഈ റെക്ടാംഗിൾ, ഈ പോർഷൻ മാത്രം ഞാനിവിടെ എടുത്തു വരയ്ക്കുകയാണ്.
ഇതില് ഇതാണ് ആ റെഡ് കളർ പോർഷൻ. ഓക്കെ, ഇവിടെയാണ് ആ യെല്ലോ കളർ. അപ്പൊ ഈ റെക്ടാങ്കിൾ, ആ വലിയ സ്ക്വയറിൽ നിന്ന് ഈ റെക്ടാങ്കിൾ പോർഷൻ, ആ ഫസ്റ്റ് ഉള്ള ആ റെക്ടാങ്കിൾ പോർഷൻ മാത്രം ഞാൻ ഒന്നെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഒരു സൈഡിനെ, ഈ ഇവിടെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ ഈ ഒരു പോർഷൻ, ഇത്രയും, ഇതിനെ എക്സ് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. ഇവിടെ എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താവും, ഇതും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ, അപ്പൊ ഇവിടെ എക്സ് ആയിരിക്കും, ഇവിടെ എക്സ് ആയിരിക്കും, ഇവിടെ എക്സ് ആയിരിക്കും, ഇവിടെ എക്സ് ആയിരിക്കും, ഇത്രയും എക്സ് ആയിരിക്കും അല്ലെ, ഈ സൈഡ്സ് ഒക്കെ എക്സ് ആയിരിക്കും. ഇനി എന്ത് ചെയ്തു, ഇവിടേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ, നമുക്ക് ഈ സൈഡ് ലെങ്ത് കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ എക്സ് എടുത്തു ഈ പോർഷൻ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ഞാൻ വരയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ എന്തായി, 90 ഡിഗ്രി ആയി. ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും വരിക ആംഗിൾ, കാരണം ഇതൊരു റെക്ടാങ്കിൾ ആണല്ലോ. റെക്ടാങ്കിൾ ആകുമ്പോൾ അതിന്റെ എല്ലാ സൈഡ്സും ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ഒരു ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, 90 മൈനസ് 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ ലെങ്ത്. ഓക്കെ, അപ്പൊ ഇവിടെ 90 ഇവിടെ 30 ആണെങ്കിൽ മൊത്തം ഒരു ട്രയാങ്കിളുടെ സം എത്രയാണ്, 180 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ 30 കിട്ടി, ഇവിടെ 90 കിട്ടി. അപ്പൊ 90 പ്ലസ് 30 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി, 120 കിട്ടി. 90 പ്ലസ് 30 120 കിട്ടി. അങ്ങനെയാണെങ്കിൽ 180 മൈനസ് 120 ചെയ്യുമ്പോൾ ഈ സൈഡ് എത്ര കിട്ടി, 60 കിട്ടി. ഇനി ഈ ഒരു പോർഷൻ മാത്രം ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അവിടെ ഡിഗ്രി 60 ഡിഗ്രി, ഈ സൈഡ് എത്രയാണ്, എക്സ്, ഇവിടെ എക്സ് ആണ്. ഓക്കെ, ഇത്രയും അറിയുള്ളൂ ഇതിന്റെ. ഇനി ഇങ്ങനത്തെ ഒരു ട്രയാങ്കിളിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും, 30:60:90 വരുമ്പോ അതിന്റെ റേഷ്യോ 1:√3:2 എന്നുള്ള റേഷ്യോയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്ര കൊടുത്തിരിക്കുന്നത്, എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ റേഷ്യോ എങ്ങനെയാണ്, 2 എന്നാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു കേസ് നമ്മൾ നേരത്തെ വന്നായിരുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, നമുക്ക് ഇവിടെ ഈ റേഷ്യോന്റെ അടുത്ത് എന്ത് കിട്ടണം, ഇവിടെ 2 ആണ് റേഷ്യോ, ഇവിടെ നമുക്ക് എക്സ് കിട്ടണം. അപ്പം 2വിന്റെ കൂടെ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, എക്സ് കിട്ടണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, 2വിന്റെ കൂടെ ഈ റേഷ്യോയുടെ കൂടെ ഏതോ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സ് കിട്ടണം. അപ്പൊ എന്ത് ചെയ്തു, ഈ നമ്പർ തന്നെ നമ്മൾ എഴുതി x/2. അപ്പൊ 2 ക്യാൻസൽ ആയപ്പോ എക്സ് കിട്ടിയില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ 90 ഡിഗ്രിയുടെ കൂടെ x/2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ 2/x/2 ചെയ്തപ്പോ എക്സ് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 2വിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ x/2 എന്ത് ചെയ്യണം, എല്ലാവരുടെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 1ന്റെ കൂടെയും √3ന്റെ കൂടെയും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് 1ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, 1 × x/2 = x/2 അല്ലെ. ഇനി അതുപോലെ √3ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, √3 × x/2 = √3x/2. അതില് അപ്പൊ ഈ x/2 1 × x/2 x/2 കിട്ടിയത് ഏത് സൈഡാണ് കിട്ടിയത്, 1 റേഷ്യോ വരുന്നത്. 1 റേഷ്യോ ഏതാ വരുന്നത്, 30യുടെ ഓപ്പോസിറ്റ്. അപ്പൊ എന്താ, x/2 1 × x/2 ചെയ്തു. അപ്പൊ 30യുടെ ഓപ്പോസിറ്റ് x/2 കിട്ടി. ഇനി 16ന്റെ കൂടെ √3 ആണ് റേഷ്യോ. √3ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, x/2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ √3x/2 കിട്ടി. അപ്പൊ 60യുടെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും സൈഡ് വരിക, √3x/2. ഓക്കെ, അപ്പൊ ഇവിടേക്ക് അത് മാറ്റി എഴുതുകയാണെങ്കിൽ ഈ സൈഡ് എന്താ കിട്ടിയത്, 60യുടെ ഓപ്പോസിറ്റ് √3x/2. അപ്പൊ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേപോലത്തെ അല്ല, നമ്മൾ ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ √3x/2 കിട്ടുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, √3x/2 ആയിരിക്കും അല്ലെ. ഇവിടെ √3x/2. അപ്പൊ നമുക്ക് ഈ റെക്ടാങ്കിളിന്റെ 2 സൈഡ്സ് കിട്ടി. ഏതാണ്, ഒന്ന് എക്സും ഒന്ന് എന്തായിരിക്കും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഈ ടോട്ടൽ ലെങ്ത് കിട്ടിയില്ലേ. ഈ രണ്ട് ടോട്ടൽ ലെങ്ത് കിട്ടണമെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. അപ്പൊ ഈ സൈഡ് എത്രയായിരിക്കും, √3x/2 പ്ലസ് √3x/2. അപ്പൊ എന്ത് കിട്ടി, √2 × √3x/2.
ഇങ്ങനെയല്ലേ കിട്ടുക. അപ്പൊ 2 ക്യാൻസൽ ആയി, ലാസ്റ്റ് എന്ത് കിട്ടും? √3x. അപ്പൊ ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3x ഈ റെക്ടാങ്കിൾ സൈഡ് എന്ന് പറഞ്ഞാൽ എക്സും കിട്ടി. ഓക്കെ, ഇതില് എന്ത് കിട്ടി? ഇപ്പം ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ, ഈ റെക്ടാങ്കിൾ ആണ് ഞാൻ അവിടെ എടുത്തത് അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ എന്തായിട്ട് എടുത്തേ? എക്സ് ആയിട്ട് എടുത്തത്. ഈ ഒരു സൈഡ് കണ്ടില്ലേ, ഇവിടെ എക്സ് ആയിട്ട് എടുത്തു. ഇവിടെ എനിക്ക് എന്ത് കിട്ടി? ഇപ്പൊ ചെയ്തു വന്നപ്പം √3x കിട്ടി. അപ്പൊ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? √3x ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ √3x കിട്ടി, ഇത്രയും പോർഷൻ √3x കിട്ടി. ഇവിടെ നോക്കിക്കേ, ഇതൊരു ഇതുപോലത്തെ ഒരു റെക്ടാങ്കിൾ അല്ലേ ഇതും? ഇതിനെ ജസ്റ്റ് തിരിച്ചു വെച്ചു എന്നല്ലേ? ഈ റെക്ടാങ്കിളിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു, ഇങ്ങനെ ഇരുന്ന റെക്ടാങ്കിളിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിച്ചു വെച്ചതല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? ഇവിടെ നമ്മൾ എത്ര സൈഡ് എടുത്തിരിക്കുന്നേ? അത് തന്നെയല്ലേ ഇവിടെ വരിക? എക്സ്. ഇവിടെ എക്സ് വരും. ഇതെന്തായിരിക്കും? ഈ പോർഷൻ എന്തായിരിക്കും വരിക? ഇത് √3x ആയിരിക്കും അല്ലെ? കാരണം ഈ പോർഷൻ ആണ് ഈ ലോങ്സ്റ്റ് പോർഷൻ. ഇത് നമ്മൾ ഒന്ന് തിരിച്ചു വെച്ചെന്നുള്ളൂ. അപ്പൊ ഇത് √3x ആയിരിക്കും, ഇത് എക്സ് ആയിരിക്കും. അപ്പൊ ഈ സ്ക്വയറിന്റെ ഈ ഒരു സൈഡ് ഫുൾ കിട്ടിയോ നമുക്ക്? നോക്കിയേ, എക്സും ഈ √3x കൂടെ കൂട്ടിയാൽ പോരെ? അപ്പൊ നമുക്ക് ഈ സൈഡ് കിട്ടി. അതെങ്ങനെയായിരിക്കും? x പ്ലസ് √3x ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിനെ എക്സ് നോക്കിക്കേ, ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തൂടെ? അപ്പൊ എക്സ് ഇൻറ്റു 1 പ്ലസ് √3. അപ്പൊ ഈ സൈഡ് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഇന്നർ സ്ക്വയറിന്റെ സൈഡും കൂടെ കണ്ടുപിടിച്ചിട്ട് ഇവരുടെ റേഷ്യോസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സൈഡ് കിട്ടി. ഇനി ഈ ഇന്നർ സ്ക്വയറിന്റെ സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത്രയും ഭാഗം. ഇത് മൊത്തത്തെ √3x ആണെന്നറിയാം അല്ലെ? ഇവിടം തൊട്ട് ഇവിടം വരെ ഇത്രയും പോർഷൻ √3x ആണെന്നറിയാം. ഈ ഒരു ഭാഗം എന്തായിരിക്കും? ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ ഇവിടെ? ഇത്രയൊരു പോർഷൻ മാത്രം എന്തായിരിക്കും? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നമ്മൾ എന്താ സൈഡ് എടുത്തത്? ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ട് എടുത്തത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇത്രയൊരു പോർഷൻ. ഇതിപ്പോ തൽക്കാലം ഞാൻ വായിക്കാനേ. ഈ ഇത്രയും പോർഷൻ എന്തായിരിക്കും? എക്സ് ആയിരിക്കില്ലേ അല്ലെ? ഇത്രയും പോർഷൻ എക്സ് ആയിരിക്കും. ഇത്രയും ഒരു ഫുൾ പോർഷൻ എന്ന് പറയുന്നത് √3x. അപ്പൊ ഈ സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ √3x നിന്ന് ഇത്രയും ഭാഗം, ഈ ട്രയാങ്കിളിന്റെ ഇത്രയൊരു പോർഷൻ കുറച്ച് കളയാം. ഇത്രയൊരു പോർഷൻ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും നമുക്ക്? ഈ സ്ക്വയറിന്റെ സൈഡ് കിട്ടും. അപ്പൊ എന്ത് ചെയ്താൽ മതി? √3x എക്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ എക്സ് അങ്ങ് കളയുന്നു. ഇത്രയും ഈ √3x നിന്ന് ഈ എക്സ് എടുത്തു കളഞ്ഞാൽ ഈ ഒരു പോർഷൻ കിട്ടും, ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് കിട്ടും. √3x മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു √3 മൈനസ് 1. ഇനി റേഷ്യോ ആയിട്ട് എഴുതാൻ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യണം? എക്സ് ഇൻറ്റു 1 പ്ലസ് √3 ഈസ് ടു എക്സ് ഇൻറ്റു √3 മൈനസ് 1. ഇവിടെ എക്സ് നോക്കിയ കോമൺ ആയിട്ടുണ്ട്, കട്ട് ചെയ്യുന്നത്. 1 പ്ലസ് √3 ഈസ് ടു √3 മൈനസ് 1. ഇതായിരിക്കും ഇത് റേഷ്യോ. ഇതോടെ നമ്മുടെ ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ആ വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കാണുക. അതുപോലെ ടെക്സ്റ്റിലെ എക്സസൈസ് ഒക്കെ നിങ്ങൾ ഒന്നും കൂടി ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.